ദുൽഖർ സൽമാൻ നായകനാകുന്ന കാന്ത ഇന്ന് തിയേറ്ററുകളിൽ റിലീസാവുകയാണ്. കാന്ത എന്ന സിനിമയെ ചുറ്റിപ്പറ്റി കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ സിനിമ തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ MK ത്യാഗരാജ ഭാഗവതരെ കുറിച്ചാണെന്ന്. കാന്തയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഈ സിനിമ MKTയുടെ ഒരു ബയോപിക് അല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തമിഴിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന് എന്താണ് സംഭവിച്ചത്? മാർച്ച് 1, 1910 തമിഴ്നാട്ടിലെ മയിലാടുതുറൈ ജില്ലയിലാണ് MKT ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ കർണാട്ടിക് സംഗീതത്തിൽ MKT തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. ഭജനകൾ പാടി ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ MKT അങ്ങനെ പതിയെ സിനിമയിലേക്കും ചേക്കേറി. 1934 പവൽക്കൊടി എന്ന ചിത്രത്തിലൂടെയാണ് MKT സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് ചിന്താമണി, അംബികാപതി എന്ന സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ MKT തമിഴ്നാട്ടിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി മാറി. 1934 - 44 ഇടയിൽ 9 സൂപ്പർ ഹിറ്റ് സിനിമകളാണ് MKT നൽകിയത്. പക്ഷേ 1944 തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് എല്ലാം മാറിമറിയുന്നത്. ലക്ഷ്മികാന്തൻ എന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് MKTയും 2 കൂട്ടാളികളും പിടിയിലായി. അന്നത്തെ മദ്രാസ് ഹൈക്കോടതി MKTയെ ജീവപര്യന്തം തടവിനായി ശിക്ഷിച്ചു. അങ്ങനെ 3 വർഷത്തോളമാണ് MKT ജയിലിൽ കിടന്നത്. പിന്നീട് 1947 അന്നത്തെ ബ്രിട്ടീഷ് കോടതി MKT നിരപരാധിയാണെന്ന് വിധിക്കുകയുണ്ടായി. പുറത്തിറങ്ങിയ ശേഷം MKT സിനിമയിലൂടെ ഒരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിച്ചുവെങ്കിലും ആളുകളുടെ മനസ്സിൽ MKT ഒരു വില്ലനായി മാറിയിരുന്നു. ആ താരപദവി പിന്നീട് മടങ്ങിയെത്തിയതുമില്ല. അങ്ങനെ ഒടുവിൽ 1959 ഒരു സാധാരണക്കാരനായാണ് തമിഴ്നാട്ടിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ MKT മരിക്കുന്നത്.